വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് ഓഗസ്റ്റ് 4-ാം തീയതി നമ്മൾ വളരെ പ്രത്യേകമായ വിധത്തിൽ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ആദ്യമേ തന്നെ എല്ലാവർക്കും ഈ തിരുനാളിൻ്റേതായ എല്ലാവിധമായ ഭാവുകങ്ങളും സ്നേഹപൂർവ്വം നേരുകയാണ്. നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ സുവിശേഷം പറയുകയാണ്, യേശു തമ്പുരാൻ ചുറ്റി സഞ്ചരിച്ചു. ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമെല്ലാം യേശു തമ്പുരാൻ ചുറ്റി സഞ്ചരിച്ചു. നമ്മൾ എടുത്തു നോക്കുമ്പോൾ യേശു മിശിഹായുടെ ജീവിതം ഒരു വലിയ യാത്രയായിരുന്നു. കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ ഒരു വലിയ യാത്രയായിരുന്നു. ഇന്നത്തെ ദിവസം നമ്മൾ പ്രത്യേകമായി വിശുദ്ധ ജോൺ മരിയ വിയാനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഈ ദിവസം ഈ വിശുദ്ധനെ എല്ലാ വൈദികരുടെയും മധ്യസ്ഥനായിട്ടാണ് കാണുക. അപ്പോൾ യേശു തമ്പുരാൻ ചുറ്റി സഞ്ചരിച്ചു, യേശു തമ്പുരാൻ്റെ ജീവിതം ഒരു യാത്രയായിരുന്നു എന്ന് നമ്മൾ പറയുന്നത് പോലെ ഒരു വൈദികൻ്റെ ജീവിതവും ഒരു വലിയ യാത്രയാണ്. ഈ യാത്രയിൽ അവന് ഉണ്ടാകുന്നതായ അനുഭവങ്ങൾ വളരെയധികമാണ്. ആ അനുഭവങ്ങളിൽ, ഒരു വൈദികൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളിൽ സന്തോഷമുള്ള അനുഭവങ്ങളുണ്ട്, അതുപോലെ തന്നെ സങ്കടം നൽകുന്നതായ അനുഭവങ്ങളുമുണ്ട്, ഇനി നിരാശ നൽകുന്നതായ അനുഭവങ്ങളുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഒത്തിരിയധികം പ്രത്യാശ നൽകുന്ന അനുഭവങ്ങളുമുണ്ട്. അപ്പോൾ ഒരു പുരോഹിതൻ യാത്ര ചെയ്യുകയാണ്. യേശു തമ്പുരാനെ പോലെ ഒരു പുരോഹിതനും യാത്രയിലാണ്. അവൻ്റെ ജീവിതവും ഒരു യാത്രയാണ്. ഒരു വൈദികൻ യാത്ര ചെയ്യുന്ന സമയത്ത് യേശു തമ്പുരാൻ യാത്ര ചെയ്ത പോലെ ചെയ്യണം, അല്ലെങ്കിൽ അത് വെറും ഒരു യാത്രയായി പോകും. യേശു തമ്പുരാൻ യാത്ര ചെയ്തു, പക്ഷേ അതേ സമയം അവൻ എന്തൊക്കെ ചെയ്തു? മറ്റുള്ളവരുടെ കണ്ണീരൊപ്പി, അവരോട് അനുകമ്പ തോന്നി. അങ്ങനെയാണ് യേശു തമ്പുരാൻ അത്ഭുതങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാനും അവരോട് അനുകമ്പ തോന്നാനും തുടങ്ങിയ സമയം മുതലാണ് കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരു പുരോഹിതൻ്റെ ജീവിതവും ഇതുപോലെയാകണം. എന്ത് ചെയ്യണം? യാത്ര ചെയ്യണം, ചുറ്റി സഞ്ചരിക്കണം, മറ്റുള്ളവൻ്റെ കണ്ണീരൊപ്പണം, അവനോട് അനുകമ്പ തോന്നണം. എന്ന് ഒരു പുരോഹിതനിൽ അനുകമ്പ ഉണ്ടാകുന്നു, മറ്റുള്ളവരോടൊരു സഹാനുഭൂതി ഉണ്ടാകുന്നു, അവൻ്റെ കരങ്ങൾ വഴി പിന്നീട് അത്ഭുതങ്ങൾ സംഭവിക്കും. യേശു തമ്പുരാൻ്റെ ജീവിതത്തിലുണ്ടായ അതുപോലെ അത്ഭുതങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കും. സ്നേഹമുള്ളവരെ, ഇതിനുദാഹരണമായിട്ട് ഒത്തിരി പേരുണ്ട് നമ്മുടെ ഇടയിൽ. നമ്മുടെ ഇന്നത്തെ ദിവസത്തിൻ്റെ കാരണഭൂതനായ ജോൺ മരിയ വിയാനി, ആഴ്സിൻ്റെ താഴ്വര, പാപത്തിൻ്റെ കറകൾ നിറഞ്ഞ ആഴ്സ് എന്ന സ്ഥലം പലരും മണ്ടനെന്നും വിവരമില്ലാത്തവനെന്നും വിദ്യാഭ്യാസമില്ലാത്തവനുമെന്ന് പറഞ്ഞ് മുദ്രകുത്തി മാറ്റി നിർത്തിയ ഒരു സാധാരണക്കാരനായിരുന്ന പുരോഹിതനായ ജോൺ മരിയ വിയാനി ആഴ്സിലെ ആ ഒരു താഴ്വരയിലേക്ക് ചെന്ന് അവിടെ അത്ഭുതങ്ങളാണ് പ്രവർത്തിച്ചത്. കാരണം എന്താ? അവൻ അവരോട് അനുകമ്പ തോന്നി, ആ മനുഷ്യരോട് അനുകമ്പ തോന്നി. അവർക്ക് വേണ്ടി കുമ്പസാരങ്ങൾ കേട്ട് അവരെ പാപക്കറകളിൽ നിന്ന് കഴുകി വെടിപ്പാക്കി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. വിശുദ്ധ ഡാമിയൻ
കുഷ്ഠരോഗികളെ കണ്ട് അവന് അനുകമ്പ തോന്നി. അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നു, അവരെ ശുശ്രൂഷിച്ചു. അവരിൽ ഒരാളായി കുഷ്ഠരോഗിയായി മരിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോയി. വിശുദ്ധ മദർ തെരേസ പാവങ്ങളോട് അനുകമ്പ തോന്നി, അവരിലേക്ക് ഇറങ്ങിച്ചെന്നു. ആ അമ്മയുടെ കരങ്ങൾ വഴി അത്ഭുതമുണ്ടായി. സ്നേഹമുള്ളവരെ, ഈ മനുഷ്യരൊന്നും സുവിശേഷം പ്രസംഗിച്ചവരല്ല, സുവിശേഷം ജീവിച്ചവരാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ അനുകമ്പ നിറഞ്ഞ് കർത്താവിനെ പോലെ യാത്ര ചെയ്തവരാണ്. ഈ ഒരു ദിവസം നമുക്കെല്ലാവർക്കും പ്രത്യേകമായിട്ട് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട വൈദികരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. അവരുടെ ഉള്ളിലേക്കൊക്കെ കർത്താവിനുണ്ടായിരുന്ന അനുകമ്പ നിറയുവാനായിട്ട് സ്നേഹമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം. ആ അനുകമ്പ എന്ന് അവരുടെ ഉള്ളിൽ നിറഞ്ഞ് കവിയുന്നോ അത് പ്രകാശമായി ഈ ലോകത്തിലേക്ക് കടന്നു വരും. അവരുടെ കരങ്ങൾ വഴി അത്ഭുതങ്ങൾ ഉണ്ടാകും. നമ്മുടെ പുരോഹിതർക്ക് എല്ലാവർക്കും വേണ്ടി, നമ്മുടെ സമർപ്പിതർക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ ദിവസം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ ഇടവകളിലേക്ക്, നമ്മുടെ പ്രദേശങ്ങളിലേക്ക്, നമ്മുടെ ഈ ലോകം മുഴുവൻ കർത്താവിൻ്റെ വലിയ സുവിശേഷം സ്വന്തം ജീവിതത്തിലൂടെ ചെയ്തു തീർക്കുവാനുള്ള വലിയ കൃപ നമ്മുടെ എല്ലാ പുരോഹിതർക്കും ആ കൃപ, അനുകമ്പ നിറഞ്ഞുള്ള കൃപ അവരുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ദിവസത്തിൻ്റേതായ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ആശംസകളും എല്ലാവർക്കും നേരുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.